ഹലോ ഗായ്സ്, ഇന്ന് വൃശ്ചിക മാസം 1-ാം തീയതി അല്ലേ? ഇന്ന് നമുക്ക് അമ്പലം വരെ പോയിട്ട് വന്നാലോ? അങ്ങനെ ഇന്ന് നമ്മൾ പോകുന്നത് എടാ, മന്നംപുറത്ത് കാവാണ്. മന്നംപുറത്ത് കാവ് എടാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? എടാ നമ്മളെ നീലേശ്വരം. അപ്പോൾ ഈ മന്നംപുറത്ത് കാവ് എന്നുള്ള പേര് വരാൻ കാരണം എന്താ പറഞ്ഞാൽ അവിടെ ഒരു മാനോ മണിയാണ് എന്നൊരു നാട് ഉണ്ടായിരുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മളെ തളിയിലപ്പനെ ഒന്ന് കണ്ട് വന്നിച്ചു കേട്ടോ. നമ്മളെ തളിയിലപ്പൻ ശിവൻ്റെ അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമ്മൾ നീലേശ്വരം കാവിൻ്റെ വിശേഷങ്ങളെല്ലാം പറയാം നമുക്ക്. നമ്മളെ വടക്കേ മലബാർ തെയ്യക്കാലം ഒരു വർഷത്തെ തെയ്യാട്ടങ്ങൾക്ക് പരിസമാപ്തി എന്ന് പറഞ്ഞാൽ അത് അവസാനിക്കുന്നത് ഈ മന്നംപുറത്തെ കാവിൽ കലശോത്സവം എന്ന് പറയുന്നുണ്ട്. അതോടെയാണ് ഇത് അവസാനിക്കല്. പിന്നെ അടുത്ത തുലാമാസം 10-ാം തീയതിയാണ് പിന്നത്തെ തെയ്യക്കാലം തുടങ്ങണമെങ്കിൽ. ഈ കലശോത്സവം എന്ന് പറയുമ്പോൾ 3 ദിവസമായിട്ടാണ് കലശോത്സവം സാധാരണയായിട്ട് നടക്കൽ. ഇപ്പോൾ ഉത്സവത്തിൻ്റെ മുന്നാടിയായിട്ട് ആദ്യത്തേതെന്ന് പറയുന്നത് ഓലക്കൊത്തലും പൂത്താക്കാൽ ചടങ്ങും അങ്ങനെ ചടങ്ങാണ് ആദ്യത്തെ ഉണ്ടായത്. പിന്നെ എന്ന് പറയുന്നത് ഈ കലശവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന ഒരു ആചാരമാണ് മത്സ്യക്കോവ എന്ന് പറയുന്നത്. അത് ഈ മത്സ്യബന്ധനത്തിനായിട്ട് പറയുന്ന ഈ മൊയോർ എന്ന് പറയുന്ന സമുദായക്കാരെ അവരാണ് സാധാരണ ഇത് നടത്തി കാണാറ്. ഈ കടിഞ്ഞിക്കടവ് ആര്യക്കര ഭഗവതി പോലുള്ള ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രസ്ഥാനികരുടെ അകമ്പടിയോടെയാണ് ഈ മത്സ്യക്കോവകൾ അല്ലെങ്കിൽ കാവിലേക്ക് കൊണ്ടുവരാറാണുള്ളത്. മീൻകോവ എന്നാണ് സാധാരണ ഇത് നാട്ടിൻപുറത്തെല്ലാം അറിയപ്പെടുന്നത്. പിന്നെ അടുത്ത പ്രധാനം എന്ന് പറയുന്നത് കലശച്ചന്തയാണ്. കലശച്ചന്തക്ക് തന്നെ പേര് കേട്ടൊരു സ്ഥലമാണ് ഈ മന്നംപുറത്തെ കാവ്. പിന്നെ അടുത്ത പ്രധാനം എന്ന് പറയുന്നത് കലശമുട്ടായിയാണ്. ഈ കലശ സമയത്താണ് കേട്ടോ ഇതെല്ലാം ഉണ്ടാൽ. അതെന്ന് പറയുന്നത് ഈ ചന്തകളിലെ കലശമുട്ടായി കിട്ടല് അതാണ് ഈ പഞ്ചസാരയിലെ കടല ചേർത്തുണ്ടാക്കുന്ന ഒരു മിഠായി. അതാണ് അടുത്ത ഈ കലശമുട്ടായി എന്ന് പറയുന്നത്. ദിവസവും 3 പൂജയാണ് സാധാരണ ഉണ്ടാവില്ല. ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിൽ ആളുകൾ കുറേ ഉണ്ടാവും. അതുതന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ഇവിടെ ആളുകൾ എത്താറുണ്ട്. ഇവിടെ ഒരു സത്യക്കല്ല് എന്നുണ്ടെന്നുണ്ട്. അവിടെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ മണ്ണിന് എന്തെങ്കിലും വാക്ക് തർക്കം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മണ്ണെല്ലാം അവിടെ കൊണ്ടുവെക്കും. അങ്ങനെ കുറേ ആചാരങ്ങളെല്ലാം അവിടെയുണ്ട് സത്യക്കല്ലിൽ. അങ്ങനെ പിന്നെ അടുത്ത ഒരു പ്രധാന വഴിപാടെന്ന് പറയുന്നത് ഒരു കോഴിയിറച്ചിയും ചെറുപയറും കുരുമുളക് പൊടിയെല്ലാം ഇട്ടിട്ടുള്ളൊരു വഴിപാട് നമുക്ക് തരലുണ്ട്. അതാണ് അടുത്ത പ്രധാന വഴിപാട് എന്ന് പറയുന്നത്. പിന്നെ എല്ലാ ദിവസവും അവിടെ പൂജ നടക്കുന്നുണ്ട്. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ് പ്രാധാന്യം കൂടുതൽ. ചുറ്റും കാവാണ് കേട്ടോ. ഈ കാവിൻ്റെ നടുവിലാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. അവിടുത്തെ അന്തരീക്ഷം എന്ന് പറയുന്നത് പ്രത്യേക ഒരു മനസ്സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷം. നമുക്ക് ആ കാവിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്ന് വന്നു കഴിഞ്ഞാൽ നീലേശ്വരം റെയിൽവേ ട്രാക്കുണ്ട്. റെയിൽവേ ട്രാക്കിൻ്റെ നേരെ ഫ്രണ്ട് അതിൻ്റെ ഇപ്പുറത്തേയും കൂടി നമുക്ക് ഈ അമ്പലത്തിലേക്ക് വരാം. പിന്നെ അപ്പുറം റോഡും ഉണ്ട്, അതിലേക്ക് കൂടി നമുക്ക് വരാം. അപ്പം ഈ നടന്നു വരുന്നത് ഈ കാവിൻ്റെ ഇടയിലാണ്. അപ്പം ഈ മരങ്ങളെല്ലാം തിങ്ങി നിറഞ്ഞിട്ടുള്ള മരവും അതിൻ്റെ ഇടയിൽ കൂടെ വേണം നമ്മൾ നടന്നു വരാൻ വേണ്ടിയിട്ട്. നല്ലൊരു അന്തരീക്ഷമാണ് അതെല്ലാം. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു രക്തപുഷ്പാഞ്ജലി അയച്ചിന്. അതിൻ്റെ പ്രസാദം ഉണ്ടാവും. രക്തപുഷ്പാഞ്ജലിക്ക് നമുക്ക് ചുവപ്പ് കളർ ഇതാന്ന് തരില്ല. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ പുറത്തേ നടക്കുമ്പോൾ കുറേ ഇങ്ങനെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രൂപമല്ല, ഒരു രൂപയെ നമുക്ക് കണ്ടിട്ടുള്ളൂ. ഒരു കടുവ ഇങ്ങനെ വാ തുറന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കൗതുകം അത് കണ്ടിട്ടാകുമ്പോൾ. അങ്ങനെ അതൊരു വീട്ടിൽ ആക്കി വെച്ചിട്ടില്ല. അപ്പം മതിലിൽ നിന്ന് പുറത്തേക്ക് നമുക്ക് കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ കണ്ടിട്ടാകുമ്പോൾ ആ വീട്ടുകാരോട് ചോദിച്ചു, ഞങ്ങൾ ഒന്ന് കയറി കണ്ടോട്ടെ, വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ സമ്മതിച്ചു. അങ്ങനെ ഇത് കാവിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. അങ്ങനെ ആ വീഡിയോ എല്ലാം നമ്മൾ കാണാൻ വേണ്ടി പോയിട്ടാകുമ്പോൾ അടുത്തത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്ര ഫിനിഷിംഗ് ആണ് അവിടെ ഓരോ വർക്കും. കടുവയായാലും മാനായാലും ഒരു മത്സ്യകന്യക പൂ പിടിച്ചിട്ടുള്ളത്, പിന്നെ കുരങ്ങൻ, അങ്ങനെ പലതും ഉണ്ട് അവിടെ. അത് നല്ല ഫിനിഷിങ് വർക്കാണ്. പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ അതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം കണ്ടു ആസ്വദിച്ചിട്ടെല്ലാം ആയിക്കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അതേ അമ്പലത്തിലേക്ക് നടന്നിട്ട് വന്നു കേട്ടോ. അങ്ങനെ അമ്പലത്തിലേക്ക് നടന്നു വന്നു കഴിഞ്ഞതിന് ശേഷം ചോറ് വയ്ക്കണമെങ്കിൽ നമുക്ക് അവിടെ ഇതെടുക്കണം, ടിക്കറ്റിൽ ഒരു ഇതെടുക്കണം അന്നദാനത്തിന്. അന്നദാനം ഫ്രീ ആണ്, എല്ലാ ദിവസവും അന്നദാനമുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അന്നദാനത്തിന് കിട്ടിയതെന്ന് പറഞ്ഞാൽ അച്ചാറും പിന്നെ കക്കരിക്ക പെരക്കെന്ന് നമ്മളിവിടെ പറയാം. കക്കരിക്ക പെരക്കും കൂട്ടുകറിയും പിന്നെ പുളിശ്ശേരിയുമാണ് ഇന്ന് കിട്ടിയത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെല്ലാം പോയി എല്ലായി നമ്മൾ ഇന്ന് തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.